Hello guys, I'm Atmaj and welcome back to my channel Superness. തമിഴ്നാട് സൂപ്പർനെസ് ഓർ സൂപ്പർ ഹീറോസ്. സൂപ്പർനെസ്സിൻ്റെ വേണ്ടി ഒരു പുതിയ മാർവൽ ട്രേഡിലേക്ക് എല്ലാ സൂപ്പർ ഫാൻസിനും സ്വാഗതം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഡെയർ ഡെവൽ ബോൺ അഗൈൻ്റെ ആദ്യത്തെ 2 എപ്പിസോഡുകൾ അങ്ങനെ ജിയോ ഹോട്ട്സ്റ്റാറിൽ പ്രീമിയർ ആയിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് പോകുന്നത് ഡെയർ ഡെവൽ ബോൺ അഗൈൻ്റെ ആദ്യത്തെ 2 എപ്പിസോഡുകളാണ്. അപ്പോൾ നമുക്ക് ഏറെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന അടുത്തുള്ള ബെല്ലേക്ക് കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് തന്നെ തുടങ്ങാം. 58 മിനിറ്റോളം ദൈർഘ്യമുള്ള ഈ എപ്പിസോഡിൻ്റെ പേര് ഹെവൻസ് ഹാഫ് അവർ എന്നാണ്. നമ്മൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് മാർവൽ ടെലിവിഷൻ്റെ ഗ്ലിച്ചി ആയിട്ടുള്ളൊരു ഇൻട്രോ ആണ്. പിന്നെ നമ്മൾ ഹെൽസ് കിച്ചണാണ് കാണുന്നത്. അവിടുത്തെ സിറ്റിയുടെ പല ഷോട്ട്സും കാണുന്നു. പിന്നീട് നമ്മൾ കാരൻ, മാറ്റ്, ഫോഗി എന്നീ 3 പേർ, അതായത് നമ്മുടെ ഡെയർ ഡെവലായിട്ടുള്ള മാറ്റും അവരുടെ മാറ്റിൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള കാരനും ഫോഗിയും ഒരുമിച്ച് നടന്നു പോകുന്നതാണ് കാണിക്കുന്നത്. സോ അവിടെ നമ്മൾ കാണുകയാണെങ്കിൽ അവരുടെ ലോ ഫോം ആയിട്ടുള്ള നെൽസൺ മർഡോക്ക് പേജ് എന്ന ലോ ഫോമിൻ്റെ ബോർഡും നമുക്ക് കാണാം. സോ അവിടെ വെച്ചിട്ടാണ് നമ്മൾ മാറ്റ് ഫോഗി എടുത്ത് പറയുന്നുണ്ട് ബെക്കീസ് ഡൈനർ എന്ന് പറയുന്ന ഒരു ഭക്ഷണം കിട്ടുന്ന സ്ഥലം അത് ക്ലോസ്ഡ് ആയിരിക്കുകയാണ്, അത് വേറെ എന്തോ ഒരു സംഭവമാക്കി മാറ്റാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഒരുപാട് സംസാരിച്ച് പോവുകയും അവർ പിന്നീട് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് സീരീസിൽ കണ്ട ജോസീസ് ബാറിലോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ വെച്ചിട്ടായിട്ട് കാരൻ പറയുന്നുണ്ട് നമുക്ക് ഡേറ്റ് ചെയ്താലോ, അതായത് നമ്മുടെ മാറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് പുറത്തോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് കോഡ് എന്ന് പറയുന്നൊരു സംഭവത്തിനെ കുറിച്ച് മാറ്റ് പറയുന്നുണ്ട്. പിന്നെ അവിടെ വെച്ചിട്ടായിട്ട് നമ്മുടെ ഡിക്റ്റേറ്റീവ് കിം എന്ന് പറയുന്ന ഒരാളെ കാണുന്നു. ആ ബാറിൽ വെച്ച് തന്നെ അദ്ദേഹം റിട്ടയർ ആവുകയാണ്. സോ അവിടെ വെച്ചിട്ട് നമ്മൾ ഫോഗി വന്നിട്ടൊരു പെണ്ണുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ചിട്ട് നമ്മൾ കാണുന്നത് വെച്ചാൽ വൈറ്റ് ടൈഗർ എന്ന് പറയുന്ന വിജിലാൻറ്റിനെ കുറിച്ചുള്ള ന്യൂസ് TV കാണുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മുടെ ഡിറ്റക്റ്റീവ് കിം പറയുന്നുണ്ട് ഈ വിജിലാൻറ്റികളെയൊക്കെ ആൾക്കാർ ചെറിയും, അതായത് അവരെ പ്രോത്സാഹിപ്പിക്കും, പക്ഷേ പോലീസിനെതിരെയാണ് കേസെന്ന് പറയുന്നുണ്ട്. സോ നമ്മുടെ ബെന്നി എന്ന് പറയുന്ന ഒരാൾ ഫോഗിയെ വിളിക്കുന്നുണ്ട്. സോ ബെന്നി വളരെ ട്രബിളിലാണെന്ന് പറയുന്നുണ്ട്. സോ അവിടെ വെച്ചിട്ടാണ് മാറ്റ് അത് കേൾക്കുകയും എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ബെന്നിക്ക് ത്രെറ്റ്സ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ബെന്നി ഹൈ ആയിരിക്കും, ആ ഡ്രഗ്സ് എല്ലാം അടിച്ചിട്ടായിരിക്കും അങ്ങനെ പറയുന്നതെന്ന് നമ്മുടെ ഫോഗി പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഡെയർ ഡെവലായിട്ട് നമ്മുടെ മാറ്റ് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ അടുത്ത ഷോട്ടിൽ നമ്മുടെ ബുൾസൈ എന്ന് പറയുന്ന വില്ലൻ വന്നിട്ട് ഫോഗിയെ വെടിവെച്ചിടുന്നതാണ്. സോ പേഴ്സണലി ഞാൻ നെറ്റ്ഫ്ലിക്സ് സീരീസ് കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷേ എന്തൊക്കെയായാലും ആ ഒരു സീൻ എനിക്ക് വളരെയധികം ഭയങ്കര ഇമോഷണലായിപ്പോയി. അത് വളരെ നന്നായിട്ടാണ് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചൊരു ഫൈറ്റാണ്. ആ ഒരു ഫൈറ്റിൽ, അതായത് ബുൾസയും നമ്മുടെ ഡെയർ ഡെവലും തമ്മിലുള്ള ഫൈറ്റ്, അവർ അപ്സ്റ്റേഴ്സിലോട്ട് പോകുന്നു. മുകളിലോട്ട് പോയിട്ട് ഈ ബുൾസയെ ഒരുപാട് അടിച്ച് പിഴിഞ്ഞിട്ട് നമ്മുടെ ഡെയർ ഡെവൽ അവനെ താഴോട്ടിടുന്നു, അതായത് ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്ന് താഴോട്ടിടുന്നു. സോ നമ്മൾ കാണുന്നത് വെച്ചാൽ ഫോഗി മരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഫോഗി അത് വളരെയധികം ഇമോഷണലായിട്ടുള്ളൊരു സീനാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പിന്നീട് കാണുന്നത് വെച്ചാൽ നമ്മുടെ ഡെയർ ഡെവൽ മാറ്റ് ആ മാസ്ക് ഊരുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ വെച്ചിട്ടായിട്ട് ഒരു നമ്മുടെ മാറ്റിനെ കാണുകയും മാറ്റ് എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ആ ഒരു മാസ്ക് നമ്മുടെ മാറ്റ് എറിയുന്നതാണ് കാണുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടതുപോലെ തന്നെ ഒരു ഹോൺ മിസ്സിങ് ആണ്, അത് പൊട്ടിപ്പോയിരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്ന ഒരു ടൈറ്റിൽ സീക്വൻസ് ആണ്. നമ്മുടെ നെറ്റ്ഫ്ലിക്സിൻ്റെ ടൈറ്റിൽ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു വേറെ ലെവൽ ഐറ്റം തന്നെയാണ്. പക്ഷേ ഇത് അത്യാവശ്യം കിടിലമായിട്ട് തന്നെയാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ 1 year later എന്നാണ് കാണുന്നത്. സോ 1 year later നിന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ
എന്നാദ്യം വരും, പിന്നെ ഇയർ, അത് കഴിഞ്ഞ് ലേറ്റർ. സോ ഈ സെയിം സംഭവം നമ്മൾ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിലെ 5 years ലേറ്റർ എന്ന് പറയുന്ന സീനിലും ഇതേ ഒരു എഫക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മളെന്ന് വെച്ചാൽ മാറ്റിനെ തന്നെയാണ്. മാറ്റ് അവിടെ കുറച്ച് മ്യൂസിക്കൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചിട്ട് ഫോഗിയിലൊരു ഫ്യൂണറല്ല, ഒരു എന്താ പറയുക, മരിച്ചതിൻ്റെ ഒരു കാർഡ് പോലെ കാണുന്നുണ്ട്. ആ കാർഡിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് വാങ്ങിക്കാനുള്ള ബ്രെയിലി സ്ക്രിപ്റ്റിലുള്ളതിനും എഴുതിയിട്ടുണ്ട് അതിൽ. പിന്നെ നമ്മൾ കിങ് പിൻ കാണുന്നു. കിങ് പിൻ അവിടെ അല്ല, ഇപ്പോൾ വിൽസൺ ഫിസ്കിനെ കാണുന്നു. അദ്ദേഹം അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഓംലെറ്റ്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഷോട്ട് എടുത്തിരിക്കുന്നത്. തഴിച്ചൊക്കെ എടുത്തിട്ടുണ്ട്, നല്ല ഇതാണ്. അവിടെ വെച്ചിട്ട് നെക്സ്റ്റ് ഷോട്ട് അത്യാവശ്യം പേടിപ്പിക്കുന്നതാണ്. ഒരു വികൃതമായൊരു പെയിൻറ്റിങ്, വികൃതമല്ല, ഒരു ഹൊറർ വൈബ് വരുന്നൊരു പെയിൻറ്റിങ്. അത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു ഗ്യാങ്ങിനെയാണ്. അവിടെ വെച്ചിട്ട് നമ്മുടെ വിസ്കിൻ്റെ ഭാര്യയായിട്ടുള്ള വെനസ്സ നമ്മൾ കാണുന്നു. വെനസ്സ കുറച്ച് ഇല്ലീഗൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട്. ഇല്ലീഗൽ ബിസിനസ് എന്നർത്ഥം ഡ്രഗ്സ് ആവണം. സോ ഒരു പറയുന്നുണ്ട് 7 million പ്രോഫിറ്റ് കിട്ടി ഈ മാസം എന്ന് പറയുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഒരാൾ അതിൽ കൂട്ടത്തിൽ ട്രാക്ക് സൂട്ടൊക്കെ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ട്രാക്ക് സൂട്ട് ഗ്യാങ് ആണോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ കിങ് പിൻ വരുന്നതായിട്ടാണ് കാണുന്നത്. കിങ് പിൻ വരുമ്പോൾ അവിടെയുള്ള എല്ലാവരും മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. കിങ് പിൻ പറയുന്നുണ്ട് അവൻ മാറിയിട്ടുണ്ട്, ഹീസ് ചേഞ്ച്ഡ് മാൻ എന്നൊക്കെ നമ്മുടെ വിൽസൺ ഫിസ്ക് പറയുന്നുണ്ട്. സോറി ഗൈസ്, എനിക്ക് കിങ് പിൻ എന്ന വായിലോട്ട് വരുന്നുള്ളൂ. നിങ്ങൾക്ക് അറിയാമല്ലോ, വിൽസൺ ഫിസ്ക് തന്നെയാണ്. സോ അപ്പം നമ്മൾ കാണുന്നത് വെച്ചിട്ട് BB റിപ്പോർട്ട് എന്ന് പറയുന്നൊരു പ്രോഗ്രാം നമ്മൾ കാണുന്നുണ്ട്. അത് പ്രത്യേകിച്ച് എടുത്ത് നോക്കിയാൽ അതൊരു പ്രത്യേക ഒരു ആസ്പെക്ട് റേഷ്യോയിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടർ ഈ ആൾക്കാരുടെ ഒപ്പീനിയൻസൊക്കെ കേൾക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് മാറ്റിനെയാണ്. ബുൾസയെ കോർട്ടിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അവിടെ ഒറ്റയ്ക്ക് പെട്ടെന്ന് കാരൻ വരുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ ബുൾസയ്ക്ക് ലൈഫ് ഇംപ്രസ്മെൻറ്റ് കിട്ടിയിരിക്കുകയാണ്. സോ അവർ കാരനും നമ്മുടെ മാറ്റും കണ്ടുമുട്ടുന്നു. സോ കാരൻ ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിലാണ്. സാൻ ഫ്രാൻസിസ്കോ ന്യൂയോർക്കിനെ പോലെയല്ല, എന്നാലും സിമിലർ ആണെന്നൊക്കെ നമ്മുടെ കാരൻ പറയുന്നുണ്ട്. ഒരു കോഫി കുടിക്കാൻ പോയാലോ അല്ലെങ്കിൽ പുറത്തോട്ട് പോയാലോ എന്ന് നമ്മുടെ മാറ്റ് ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കാരൻ നിരസിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, പൊട്ടിപ്പോയ മാസ്കിൻ്റെ ഹോൺ. ആ മാസ്കിൻ്റെ ഹോൺ എന്ന് പറയുന്ന സാധനം നമ്മുടെ കാരൻ പേജ് നമ്മുടെ മാറ്റിന് കൊടുക്കുന്നുണ്ട്. സോ നമ്മളാണ് കേൾക്കുന്നത് വെച്ചാൽ മാറ്റ്, അതായത് ഫിസ്കിനെ ഇങ്ങനെ ചെവി വെച്ച് ടി വിയിൽ അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഫിസ്കിൻ്റെ ക്യാമ്പയിനാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ മാറ്റ് ഓഫീസിൽ നിൽക്കുന്നതാണ്. അവിടെ വെച്ചിട്ടായിട്ട് പിന്നീട് മാറ്റ് ഒരു തെറാപ്പിസ്റ്റിനെ കാണാൻ പോകുന്നുണ്ട്. ഹീത്തർ ഗ്ലെൻ എന്നാണ് അവരുടെ പേര്. സോ ഈ ഒരു ക്യാരക്ടർ വന്നിട്ട് ഞാൻ ട്രെയിലർ ബ്രേക്ക് ഡൗണിൽ പറഞ്ഞതാണ്, നമ്മുടെ ഡെയർ ഡെവിളിൻ്റെ ഒരു ലവ് ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ആ തെറാപ്പിസ്റ്റിനെ കാണുന്നതിന് ശേഷം നമ്മുടെ ഫിസ്കും മാറ്റും കണ്ടുമുട്ടുന്നു. അവർ ഒരു കഫേയിലോട്ട് പോകുന്നു. ഒരു 10 മിനിറ്റോളം സംസാരിക്കുന്നു. അപ്പോൾ ഫിസ്ക് ചോദിക്കുന്നുണ്ട്, നിനക്ക് കുട്ടികളോ വല്ലതും ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മാറ്റ് പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ നമ്മുടെ ഫിസ്ക് പറയുന്നുണ്ട് ഞാൻ ഒരാളെ മെൻറ്റർ ചെയ്യാൻ നോക്കി എന്ന് പറയുന്നുണ്ട്. സോ അത് വേറെ ആരുമില്ല, എക്കോ ആണ്. സോ നമ്മുടെ മാറ്റ് പറയുന്നുണ്ട് ആ ആൾ നിൻ്റെ മുഖത്ത് വെടിവെച്ചില്ലേ എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാതെ എക്കോ തന്നെയാണ്. സോ വേറെ ആരുമല്ല. പിന്നീട് നമ്മുടെ ഫിസ്കിനൊരു വാർണിംഗ് കൊടുക്കുന്നുണ്ട് മാറ്റ്. അതായത് നീ ഇനി നിൻ്റെ പഴയ വഴിയിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ അവിടെ തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. നമ്മുടെ മാറ്റും ഈ തെറാപ്പിസ്റ്റ് ഹീത്തർ ഗ്ലെൻ ഒരു ഡേറ്റിന് പോകുന്നതാണ് നടക്കുന്നത്. അവിടെ വെച്ചിട്ടായിട്ട് പബ്ലിക്കിന് നമ്മൾ അറിയുന്നു ഫിസ്ക് ജയിച്ചിരിക്കുകയാണ്. ന്യൂയോർക്കിൻ്റെ പുതിയ മേയറായിട്ട് ഫിസ്ക് ജയിച്ചിരിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ വെനസ്സയും നമ്മുടെ ഫിസ്കിനെയാണ്. സോ അവർ അവിടെ വെച്ചിട്ടായിട്ട് നമ്മുടെ ഫിസ്ക് പറയുന്നുണ്ട് എനിക്ക് ആഡമിനെ കുറച്ച് അറിയാമെന്ന്. സോ ആഡം ആരാണെന്ന് അറിയില്ല, പക്ഷേ എനിക്കൊന്ന് പറച്ചിലായിട്ട് നമ്മുടെ ഈ ഒരു വെനസ്സയുടെ ബോയ് ഫ്രണ്ട് ആവാനായിരിക്കും സാധ്യത. അവനെ കൊല്ലരുതെന്ന് പറയുന്നുണ്ട് വെനസ്സ. അപ്പം പറയുന്നുണ്ട് ഞാൻ പുതിയൊരാളായി മാറി എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചൊക്കെ തന്നെയാണ്. അതായത് നമ്മുടെ ഫിസ്കിൻ്റെ ഒരു സ്പീച്ച്. പിന്നീട് നമ്മുടെ മ്യൂസ് തന്നെയാണ് നമ്മൾ ട്രെയിലറിൽ കണ്ടതാണ്.
വിൽസൺ ഫിസ്കിനെ ഒരു എന്താ പറയുക ചുവരിൽ ഇങ്ങനെ വരയ്ക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീത്തറും മാറ്റും കിസ് ചെയ്യുന്നതാണ്. പിന്നെ എന്താ പറയുക നമ്മുടെ ഒരു സ്പീച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്പീച്ചിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അതായത് ഐ ലവ് ന്യൂയോർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫിസ്ക് ഈ ഒരു സ്പീച്ച് അവസാനിക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് 1 അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമുക്ക് എപ്പിസോഡ് 2ലേക്ക് കിടക്കാം ഗൈസ്. സോ ഈ എപ്പിസോഡ് 2 എന്ന് പറയുന്നത് 46 മിനിറ്റോളം ദൈർഘ്യമുള്ള ഈ എപ്പിസോഡിൻ്റെ പേര് ഒപ്റ്റിക്സ് എന്നാണ്. നമ്മൾ പിന്നീട് മാർവൽ ഇൻട്രോ ഒക്കെ കാണുന്നു. മാർവൽ ഇൻട്രോയ്ക്ക് ശേഷം നമ്മൾ അത്ര പരിചിതമല്ലാത്ത ഒരാളുടെ പേരാണ് കാണുന്നത്. കമർ ദി ലോസ് റേസ് ഇൻ ട്രിബ്യൂട്ട് ഫോർ അല്ലെങ്കിൽ റിമെമ്പറിങ് കമർ ദി ലോസ് റേസ്. സോ ഇദ്ദേഹം ഈ ഒരു മെയിൻ ക്യാരക്ടറായിട്ട്, അതായത് നമ്മുടെ വൈറ്റ് ടൈഗറായിട്ട് ഹെക്ടർ അയല എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് പ്ലേ ചെയ്ത ഒരാളാണ്. ഇദ്ദേഹം കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചുപോയി ഈ ഷോ ഇറങ്ങുന്നതിന് മുമ്പേ. സോ റെസ്റ്റ് ഇൻ പീസ് ഡിയർ ഫ്രണ്ട്. സോ എന്താ പറയുക, നമ്മുടെ കിങ് പിൻ ഓഫീസിൽ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ അവിടെ വെച്ചിട്ടായിട്ട് ലൈവായിട്ട് സംസാരിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. സോ ഇവരൊക്കെ സംസാരിക്കുന്നത് മറ്റേ എന്താ പറയുക ഒരു ഡിവൈസൊക്കെ വെച്ചിട്ടാണ്, എന്തോ ഒരു ട്രാൻസ്ക്രൈബറോ അങ്ങനെ പ്രോംപ്റ്റർ ആ സംഭവം വെച്ചിട്ടായിട്ട് ക്യാമറയിലൂടെ ഇങ്ങനെ എഴുതി പോകും. അതിങ്ങനെ നോക്കി വായിക്കുന്നുണ്ട്. അത് ലൈവായിട്ട് ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറേ ഈസ്റ്റർ എഗ്സ് ഉണ്ട്. അതായത് ന്യൂയോർക്കിന് ടൈം സ്ക്വയറിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് ബോർഡ്സ്, ഡിസ്പ്ലേ ബോർഡുകളുണ്ട്. അവിടെ പിം വാൻഡൈനിൻ്റെ ഹാപ്പി ന്യൂ ഇയർ, അതായത് നമ്മുടെ പിം ഫൗണ്ടേഷൻ, ഹാങ് പിം ആ സംഭവം തന്നെയാണ് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നുണ്ട്. പിന്നെ റോജേഴ്സ് മ്യൂസിക്കൽ, അതായത് നമ്മൾ ക്യാപ്റ്റൻ അമേരിക്കയുടെ ആ ഒരു നാടകം പോലത്തെ സംഭവം. പിന്നെ നമ്മൾ ഇതൊക്കെ ഞാൻ ട്രെയിലർ ബ്രേക്കിലാണ് പറഞ്ഞാണ്, മറ്റേ ഇൻക്രെഡിബിൾ ഹൾക്കിലെ സോഡ, നമ്മൾ സ്റ്റാൻലി കുടിച്ച് ബോധം പോലെ ആ സോഡ, അതിൻ്റെയൊക്കെ. പക്ഷേ നമ്മൾ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിലെ ഒരു ലെറ്ററിൽ കണ്ടതാണ്. ഇപ്പോൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് നടക്കുന്നത് ഏപ്രിൽ 2027 ഇത് ഹാപ്പി ന്യൂ ഇയർ എന്നാണ് കാണിക്കുന്നത്. സോ 2027 ആയതേ ഉള്ളൂ, അല്ലെങ്കിൽ 2028 ആയതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ അത് എന്താ പറയുക, കൺഫേം ആയിട്ടില്ല. സോ എന്തൊക്കെ തന്നെയായാലും ഈ നമ്മുടെ മാറ്റ് ഇത് ടി വിയിലൂടെ കേൾക്കുന്നുണ്ട്, കാണാൻ പറ്റില്ലല്ലോ. അപ്പം തൻ്റെ വീട്ടിലിരുന്ന് കേൾക്കുന്നുണ്ട്. സോ അവിടെ വെച്ചിട്ടായിട്ട് നമ്മുടെ ഫിസ്ക് പറയുന്നുണ്ട്, ന്യൂയോർക്കേഴ്സ് എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ആൾക്കാരാണ്. നെഞ്ചിൽ തലയോട്ടി വെച്ചുള്ള ഒരുത്തനും ഒരു ചലന്തിക്കുപ്പായ ഇട്ടവനും പിന്നെ എന്താ പറയുക ഒരു ഹോണുള്ളവനൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അതിനെ ഉദ്ദേശിക്കുന്നത് പണിഷറിനെയും സ്പൈഡർമാനെയും ഡെയർ ഡെവിളിനെയാണ്. അവരൊന്നും ആവശ്യമില്ല. ഫിസ്ക് ബേസിക്കലി സൂപ്പർ ഹീറോസിനെതിരാണല്ലോ. പിന്നെ നമ്മൾ കാണുന്നത് ഒരു സബ്വേയിലെ ഒരു ആളെ കാണുന്നു. സോ ഇദ്ദേഹമാണ് ഈ അടുത്ത് മരിച്ചുപോയ നമ്മുടെ കമർ ഡേ ലോസ് റേസ്. സോ ഇദ്ദേഹം പ്ലേ ചെയ്യുന്നത് ഹെക്ടർ അയല എന്ന് പറയുന്ന ക്യാരക്ടറാണ്. സോ ഈ ഹെക്ടർ വന്ന് കാണുന്നത് വെച്ചാൽ ഒരു ക്രിമിനലിനെ 2 പേര് ഇങ്ങനെ ഉപദ്രവിക്കുന്നതാണ്. സോ അവിടെ വെച്ചിട്ടായിട്ട് അവരൊരു ഫൈറ്റ് നടക്കുന്നു. സോ ആ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് ഇങ്ങനെ അടിപൊടി നടക്കുന്ന ഒരു ട്രെയിൻ, അതായത് സബ്വേ ആണല്ലോ. അപ്പോൾ ആ സബ്വേയിലോട്ട് ഈ ഒരാൾ പോയി വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. സോ അവിടെ വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നു ഇവർ ഫൈറ്റ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ഒരു ക്രിമിനലായിരുന്നു. ഈ ബാക്കി 2 പേര് ഒരു NYPD ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസേഴ്സാണെന്ന്. പിന്നീട് നമ്മൾ BB റിപ്പോർട്ട് തന്നെ കാണുന്നു. ഈ BB റിപ്പോർട്ടിന് വളരെയധികം ഈസ്റ്റർ ഒക്കെ ഉണ്ട്. അത് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം, ഈ ഒരു വീഡിയോ തന്നെ പറഞ്ഞുതരാം. പിന്നെ പറഞ്ഞുതരാം, ഈ BB റിപ്പോർട്ടിൽ ഡെയർ ഡെവിളിനെ കുറച്ച് ആ പെണ്ണ് ചോദിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ടായിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് അയാളെ കുറച്ച് ഒരുപാട് നാളായിട്ടൊന്നും കേട്ടിട്ടില്ല, എന്തായാലും അവൻ പോയത് വളരെ നന്നായി, ഗുഡ് റിഡൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഫിസ്കിൻ്റെ അപ്പോയിൻമെൻറ്റ്സ്, അതായത് ഫിസ്കിന് അന്ന് എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് ഫിസ്കിൻ്റെ അസിസ്റ്റൻറ്റ് ബ്രീഫ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ മാറ്റ് ആ ജയിലിൽ പോകുന്നതായിട്ടാണ് കാണുന്നത്, അതായത് ഹെക്ടർ അയലുള്ള ജയിലിൽ പോയിട്ട് ഹെക്ടർ അയല പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ആരും കൊല്ലണമെന്നുണ്ടായിരുന്നില്ല, അത് അറിയാതെ സംഭവിച്ചതായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ ഫിസ്ക് ഒരു ബ്രിഡ്ജ്, അതായത് റോഡ് പോലത്തെ ഒരു ബ്രിഡ്ജിൽ നിൽക്കുന്നു. അവിടെ മൊത്തം ബ്ലോക്കായിരിക്കുകയാണ്. ആ റോഡിൽ നമ്മളെ ഫിസ്കും ഉണ്ട്. അവിടെ വെച്ചിട്ടായിട്ട് വണ്ടിക്കകത്ത് വെച്ച് ഈ അസിസ്റ്റൻ്റ് ഒപ്റ്റിക്സിനെ കുറച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒപ്റ്റിക്സ് ബേസിക്കലി ഇതാണ്, അതായത് നമ്മുടെ കണ്ണാടി ഇതൊക്കെയാണ്. പക്ഷേ ഇതിൽ ഉദ്ദേശിക്കുന്നത് വേറൊരു അർത്ഥത്തിലാണ്, അതായത് പൊളിറ്റിക്സിലെ കുറച്ച് തന്ത്രങ്ങൾ ആ ഒരു വൈബിലാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ വെച്ചിട്ട് നമുക്ക് കാണാം റോഡിൻ്റെ നടുക്കൊരു ഗർത്തം അല്ലെങ്കിൽ ഒരു ഹോള് നമുക്ക് കാണാം. സോ അത് ഫിക്സ് ചെയ്യാൻ ഇനിയും കുറച്ച് പെർമിഷൻ വേണമെന്നൊക്കെ അവിടുത്തെ വർക്കർ പറയുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് ഞാൻ മേയറാണ്. അപ്പം ആ വർക്കർ ഫിസ്കിനെ തിരിച്ചറിയുന്നുണ്ട്, നിങ്ങൾ മേയറല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പെർമിഷൻ തന്നിരിക്കുന്നു, നിങ്ങൾ ഫിക്സ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്.
പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ മാറ്റ് നമ്മുടെ ഹെക്ടർ അയാളെയും കൊണ്ട് ഈ കേസിലേക്ക്, ഐ മീൻ ഈ ഇദ്ദേഹത്തിൻ്റെ കേസ് വാദിക്കാൻ വേണ്ടി കോർട്ടിലോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആ ഒരു കേസ് ഫെയിലാവുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ ഒരു ജേർണലിസ്റ്റിനെയാണ് കാണുന്നത്. സോ ആ ജേർണലിസ്റ്റ് വന്ന് നമ്മുടെ ഫിസ്കിൻ്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവിടെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ BB റിപ്പോർട്ടിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പെണ്ണാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്നത്. സോ ഈ BB എന്ന് പറയുന്നത് അവൾ തൻ്റെ അങ്കിളായിട്ടുള്ള ബെൻ യൂറിച്ചിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ട്രിബ്യൂട്ടാണ്. സോ ഈ ബെൻ യൂറിച്ച് എന്ന് പറയുന്ന ആരെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക്, എനിക്ക് ഈ അടുത്ത് വരെ അറിഞ്ഞുകൂടായിരുന്നു. ഈ ബെൻ യൂറിച്ച് എന്ന് പറയുന്നത് എനിക്കൊരു ഇതുമില്ല, ഐ മീൻ അതിലെനിക്കൊരു നാണക്കേടൊന്നുമില്ല. എനിക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ കർത്തവ്യം. എനിക്ക് അറിഞ്ഞുകൂടാത്തത് ഞാൻ പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി കൺവേ ചെയ്യുന്നു. സോ ഈ ബെൻ യൂറിച്ച് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. ഈ ബെൻ യൂറിച്ചിനെ കൊന്നു കളഞ്ഞത് നമ്മളെ കിങ് പിൻ ആയിരുന്നു. സോ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫിസ്ക് പറയുന്നുണ്ട്, എനിക്ക് ഇദ്ദേഹത്തിനെ അറിയാമായിരുന്നു, പക്ഷെ കൊന്നു കളഞ്ഞത് നമ്മളെ അളിയൻ തന്നെയാണ്. സോ അവിടെ വെച്ചിട്ടായിട്ട് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഈ കൊച്ചു ചോദിക്കുന്നത്. അപ്പം വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വെനസ്സയെ കുറച്ച് എന്ന് നമ്മുടെ ഫിസ്കിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം ഫിസ്ക് വരുമ്പോൾ അത് ഗെറ്റ് ഔട്ട് പോലത്തെ ഒരു സംഭവമാണ് അടിക്കുന്നത്. അതായത് എനിക്ക് സമയമില്ല, ഒന്ന് പോകാമോ എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ ഹെത്തർ ഗ്ലെന്നിനെ കാണുന്നു. അവിടെ വെച്ചിട്ടായിട്ട് നമ്മൾ കാണുന്നത് വെച്ചിട്ട് ബുക്ക് റിലീസ്, അതായത് തൻ്റെ ഇപ്പോൾ ഇറങ്ങിയ ഒരു ബുക്കിൻ്റെ ഒരു റിലീസിനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. അവിടെ വെച്ചിട്ടായിട്ട് ഫ്യൂച്ചർ ബുക്കുകൾ ഏതാണെന്നൊക്കെ നമ്മുടെ അവിടെ ഉള്ളൊരു സ്ത്രീ എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ആ ഒരു ബുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഫാൻസിന് വേണ്ടി ഈ ബുക്കിൻ്റെ കോപ്പീസ് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അവിടെ വെച്ചിട്ടായിട്ട് ഒരു ചെറുപ്പക്കാരൻ എനിക്ക് ഈ 2 എപ്പിസോഡിലും വളരെ ത്രില്ലിംഗ് ആയിട്ട് തോന്നിയ സീൻസുകളിലൊന്നാണ്, മിസ്റ്റീരിയസ് ആയിട്ട് തോന്നിയ ഒരു ടോൺ കിട്ടിയ ഒരു സീനാണ് ഈ ചെറുപ്പക്കാരൻ്റെ ഒരു സീൻ. ആ ചെറുപ്പക്കാരൻ്റെ സീൻ വന്നിട്ട് ആ ചെറുപ്പക്കാരൻ വന്ന് ഹെത്തറിനോട് ചോദിക്കുന്നുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യാമോ, എനിക്ക് വളരെയധികം ടഫ് സിറ്റുവേഷനാണ്, ഞാൻ നിങ്ങളെ ബുക്കൊക്കെ വായിക്കാറുണ്ട്, വലിയ ഫാനാണെന്ന് പറയുന്നത്. അപ്പം ഈ പയ്യൻ മ്യൂസാണോ എന്ന് എനിക്കറിയത്തില്ല, എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. സോ നമ്മുടെ ഹെത്തർ ഗ്ലെൻ തൻ്റെ ഇമെയിലും പിന്നെ നമ്മുടെ ഈ ഒരു തൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ആ ഒരു ബുക്കിൽ എഴുതി കൊടുക്കുന്നുണ്ട്. സോ പിന്നെ നമ്മൾ ഗാലോ എന്ന് പറയുന്ന പോലീസ് കമ്മീഷണർ കാണുന്നത്. അവിടെ മരിച്ചുപോയ ഓഫീസറിൻ്റെ ഫ്യൂണറലാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ചിട്ടായിട്ട് കിങ് പിൻ വീണ്ടും കിങ് പിൻ അല്ലെങ്കിൽ നമ്മുടെ ഫിസ്ക് അവിടെ വരികയും ഫിസ്കിൻ്റെ അടുത്തായിട്ട് പറയുന്നുണ്ട്, നീ ഒരു ക്രിമിനലല്ലേ എന്നൊക്കെ ഈ ഗാലോ പറയുന്നുണ്ട്. സോ പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഫേമിൽ വർക്ക് ചെയ്യുന്ന, അതായത് നമ്മുടെ മാറ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഫേമിലെ ആൾക്കാർ അയാളുടെ വീട്ടിൽ വരികയും അതിലൊരാൾ വൈറ്റ് ടൈഗറിൻ്റെ സൂട്ട് ആ ഒരു വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മുടെ മാറ്റും ഹെത്തർ ഗ്ലെന്നും ഡേറ്റിന് പോകുന്നതാണ് ഒരു റെസ്റ്റോറൻറ്റ് അഥവാ കോഫി ഷോപ്പിൽ. പിന്നീട് നമ്മൾ മാറ്റും അയാളെയും തമ്മിലുള്ള മീറ്റിംഗ് ആണ് കാണുന്നത്. അവിടെ വെച്ചിട്ടായിട്ട് നമ്മുടെ മാറ്റ് ചോദിക്കുന്നുണ്ട്, നീയാണോ വൈറ്റ് ടൈഗർ എന്ന്. അപ്പം നമ്മുടെ ഈ പയ്യൻ പറയുന്നുണ്ട്, അയാളെ പറയുന്നുണ്ട്, ഞാനാണ് വൈറ്റ് ടൈഗർ, പക്ഷേ അതിനെന്താണ് റെലവൻസ് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഗാലോയും ഫിസ്കിനെയും കാണുന്നു. ഫിസ്കിൻ്റെ ഓഫീസിലേക്ക് ഗാലോ വന്നിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ അവിടെ വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗാലോ റിസൈൻ ചെയ്യാൻ പോവുകയാണ്. സോ അവിടെ വെച്ചിട്ടായിട്ട് നമ്മുടെ ഫിസ്ക് പറയുന്നുണ്ട്, നിങ്ങൾ ഫിലാഡൽഫിയയിൽ നിന്നല്ലേ വരുന്നതെന്ന്. അപ്പം നമ്മുടെ ഗാലോ പറയുന്നുണ്ട്, അതെ ഞാൻ ഫിലാഡൽഫിയയിൽ നിന്നാണ് വരുന്നതെന്ന്. അപ്പം നമ്മുടെ ഫിസ്ക് പറയുന്നുണ്ട്, ഏറ്റവും നല്ല ചീസ് സ്റ്റീക്കുകൾ ഞാൻ കഴിച്ചിട്ടുള്ള അവിടെ നിന്നാണ് ഡേ ആഞ്ചലോസ് എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിന് കുറച്ചും പറയുന്നുണ്ട്. അവിടെ നിന്നുള്ള സാൻഡ്വിച്ചാണ് നമ്മുടെ ഈ ഫിസ്ക് കഴിക്കുന്നത്. സോ അവിടെ വെച്ചിട്ട് അതിൻ്റെ കവർ കാണിക്കുന്നതിനോടൊപ്പം കവർ പൊക്കുമ്പോൾ നമ്മൾ കാണുന്നത് വെച്ചാൽ ഈ ഒരു ഗാലോയുടെ ഒരു ഫോട്ടോ ആണ്, അതായത് ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള മകൻ്റെയും ഭാര്യയുടെയും ഒരു ഫോട്ടോ ആണ്, അതായത് ഡിങ്കോൾഫി അത് തന്നെയാണ്. അപ്പം അത് വെച്ച് നമ്മുടെ
എന്താ പറയുക ഫിസ്ക് ഇയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ മാറ്റ് വന്നിട്ട് ഈ ജഡ്ജുമായിട്ട് സംസാരിക്കുകയാണ്. സോ അദ്ദേഹം പറയുന്നുണ്ട് ഈ കേസ് ഒന്ന് റീകൺസിഡർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. സോ അവിടെ പിന്നീട് നമ്മൾ BB റിപ്പോർട്ടിങ് കാണുന്നുണ്ട്. സോ ഈ BB റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെയധികം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ ഷോയിൽ തന്നെ. വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ആസ്പെക്ട്സിലൊന്ന് തന്നെയാണിത്. സോ അവിടെ വെച്ചിട്ടായിട്ട് എന്താ പറയുക BB റിപ്പോർട്ടിലായിട്ട് ഓരോ ആൾക്കാർക്ക് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് എനിക്ക് വളരെയധികം പേടിയാണ്, കാരണം ഇപ്പോൾ പോലീസ് ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഐ എം റിയലി സിക്ക് ഓഫ് ബീങ് അഫ്രൈഡ് എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ മാറ്റും അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേറ്ററായിട്ടുള്ള ചെറിയാണ്. അവിടെ വെച്ചിട്ടായിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ഹേത്തർ ഗ്ലെൻ ഒരു കൗൺസിലിങ്ങിന് വന്നിരിക്കുകയാണ്. സോ അവിടെ വെച്ചിട്ടായിട്ട് കൗൺസിലിംഗ് ചെയ്യുന്നത് ഫിസ്കിനെയും വെനസ്സയാണ്. സോ ഫിസ്ക് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ റിക്കവറിക്ക് അതായത് എനിക്കൊരു മോശം സംഭവം നടന്നു, അതിൻ്റെ റിക്കവറിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു സംഭവം, അതായത് എന്താ പറയുക ഐ ഡിഡ് ദിസ് ഫോർ എന്താ പറയുക മൈ ഓൺ റിക്കവറി എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു വീട്ടിലേക്ക് മാറ്റ് പോകുന്നതാണ്. സോ അത് നമുക്ക് മനസ്സിലാവുന്ന മറ്റേ സബ്വേയിൽ വെച്ച് ഈ കോപ്സ് അറ്റാക്ക് ചെയ്ത ആ സെയിം ആൾ തന്നെയാണ്. സോ അയാൾ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. സോ അയാളെ അടുത്താണ് നമ്മുടെ മാറ്റ് പോകുന്നത്. സോ അവിടെ വെച്ചിട്ടായിട്ട് നമ്മൾ കാണുന്നത് വെച്ചാൽ ഈ ഒരു നമ്മുടെ മാറ്റ് വന്നിട്ട് ഈ കോപ്സിൻ്റെ അടുത്തുനിന്ന് ഇവനെ ഹൈഡ് ചെയ്യുകയും പിന്നീട് മാറ്റ് അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടായിട്ട് കോപ്സ് ചാടിക്കയറി വരികയും മാറ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അവ എവിടെ പോയെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ മാറ്റ് പറയുന്നുണ്ട് ഞാൻ വിഷ്വലി ഇമ്പയർഡാണ്, സോ എനിക്ക് കണ്ണ് കണ്ടുകൂടാ, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ കോപ്സ് കയറി ഇവനെ നമ്മുടെ മാറ്റിനെ അടിക്കുകയാണ്. സോ വല്ലാത്ത രീതിക്ക് അടിക്കുന്നുണ്ട്. സഹികെട്ട് നമ്മുടെ മാറ്റ് ഫൈറ്റ് ചെയ്യുന്നു. അവസാനം അടിച്ച് പനിക്കിടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ചിട്ടായിട്ട് നമ്മുടെ മാറ്റ് യെല്ല് ചെയ്യുന്നു, അതായത് അലറി വിളിക്കുന്നു. സോ അവിടെ വെച്ചിട്ടായിട്ട് അങ്ങനെ അലറി വിളിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മാറ്റ് തീരുമാനിച്ചതാണ് അന്ന് തൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഫോഗി മരിച്ചതിന് ശേഷം ഇനി ഒരിക്കലും ഈ ഒരു പരിപാടി, അതായത് വയലൻസുമായിട്ടുള്ള പരിപാടി അല്ലെങ്കിൽ ഡെയർ ഡെവിളുടെ പരിപാടിക്ക് പോവില്ല എന്ന് മാറ്റ് തീരുമാനിച്ചതാണ്. സോ അതുകൊണ്ടാണ് നമ്മുടെ മാറ്റ് അവിടെ അലറി വിളിച്ചത്. സോ ഈ രണ്ടാമത്തെ എപ്പിസോഡ് അങ്ങനെയാണ് തീരുന്നത്. സോ ഇതെന്താ പറയുക, ഞാൻ നെറ്റ്ഫ്ലിക്സ് ഷോ കണ്ടിട്ടില്ല, എന്നാൽ പോലും എനിക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു. മാർവൽ ഇസ് സോ ബാക്ക് ഗൈസ്. സോ ഈ ഒരു മൂന്നാമത്തെ എപ്പിസോഡ് വെനസ്ഡേ ഇറങ്ങുന്നതായിരിക്കും. സോ നാളിൻ്റെ ഫുൾ എപ്പിസോഡ്സ് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. സോ നിങ്ങളുടെ സപ്പോർട്ട് മാത്രം ഉണ്ടായാൽ മതി. സോ ഗൈസ് ഇത്രയൊക്കെയായിരുന്നു ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. സോ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ് മറ്റൊരു മാർവലിൻ്റെ വീഡിയോ നമുക്ക് വീണ്ടും ഉണ്ടാകും. അന്തെടുക്കും ദിസ് ആത്മജ സൈനിങ് ഔട്ട് ആൻഡ് യു ആർ സൂപ്പർ നെയിം ആൻഡ് സൂപ്പർ ഹീറോസ്.